കെട്ടാൻ പോകുന്ന ചെക്കൻ തെമ്മാടിയാണെന്ന് അറിഞ്ഞപ്പോൾ. രചന വിജയ് സത്യ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇനി സനുഷ കുളത്തിലിറങ്ങിയട്ടെ. കുളത്തിൽ നിൽക്കുന്ന സഞ്ജുവിനെ അരയിലൂടെ കൈയിട്ട് മറ്റേ കൈ കൊണ്ട് സനുഷ താമരപ്പൂ പറിക്കുന്ന ഒരു ആക്ഷനാണ് ചിത്രീകരിക്കേണ്ടത്. ഒരു ഇറങ്ങിക്കൂ. ആ സേവ് ദി ഡേറ്റിന് ഡയറക്ടർ വിളിച്ചു പറഞ്ഞു. ഫോട്ടോഗ്രാഫേഴ്സും ക്യാമറാമാൻമാരും റെഡിയായി. ഒറ്റക്കസവ് വരൻ മുണ്ടെടുത്ത് അതിന്റെ തന്നെ മേൽമുണ്ട് പതച്ച് ആർട്ട് ഡയറക്ടർ തയ്യാറാക്കിയ താമരക്കുളത്തിൽ അരക്കൊപ്പം വെള്ളത്തിലിറങ്ങി നിൽക്കുന്ന സഞ്ജുവിന്റെ അരികിലേക്ക് ഒറ്റമുണ്ടും മുലക്കച്ചയും കെട്ടി സനുഷ കുളത്തിലേക്ക് ഇറങ്ങി. നടന്നുള്ളൂ, പേടിക്കണ്ട, ആഴൊന്നുമില്ല. ജലത്തിന്റെ ആഴമറിയാതെ അല്പം സംശയിച്ച് ഭയത്തോടെ മുന്നോട്ട് നടക്കാൻ മടിച്ചു നിൽക്കുന്ന അവളോട് ഡയറക്ടർ ധൈര്യം പകർന്നു. അവൾ സഞ്ജുവിനെ ഒരു കൈകൊണ്ട് ചുറ്റിപ്പിണഞ്ഞ് മറ്റേ കൈകൊണ്ട് താമരപ്പൂ പറിക്കുന്ന പല ഭാഗങ്ങളും അവർ പകർത്തി. ഡയറക്ടർ പറഞ്ഞനുസരിച്ചുള്ള വെള്ളത്തിൽ അവളെ എടുത്തുയർത്തുകയും ഇരുവരും നീന്തി തുടിക്കുന്നതുമായ പല പോസുകളും അവിടെ നിന്ന് എടുത്തു. ഇനി രണ്ടുപേരും പടകൾ വന്നിരുന്നാട്ടെ. വെള്ളത്തിൽ നിന്ന് മുകളിലെ പടവുകൾ കയറി വരുമ്പോഴുള്ള അപൂർവ നിമിഷങ്ങളും പകർത്തി. ശരീരവടിവുകളെല്ലാം പുറത്തേക്ക് കാണുന്ന വിധത്തിൽ ദേഹത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന വെറും സാരി അവൾ എടുത്ത പോലെ തോന്നിയില്ല. അതൊക്കെയാണല്ലോ ഇപ്പോൾ സേവ് ദി ഡേറ്റിന്റെ ഫാഷൻ. ജലം കൊണ്ടപ്പോൾ കോട്ടൺ സാരി ദേഹത്തോട് ഒട്ടിപ്പിടിച്ച അവളെ സഞ്ജു പ്രേമപൂർവ്വം പരിലാളനം ചെയ്യുന്ന പല പ്രണയാർദ്ര പോസുകളും എടുത്തപ്പോൾ ഡയറക്ടർക്ക് തൃപ്തിയായി പാക്കപ്പ് പറഞ്ഞു. അടുത്ത മാസമാണ് സഞ്ജുവിനെയും സനുഷയുടെയും വിവാഹം. സനുഷ ഒരു സ്കൂൾ ടീച്ചറാണ്. ജോലി കിട്ടിയിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന സഞ്ജുവോളെ പിന്നീട് വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം എന്നും വിളിയും ചാറ്റിങ്ങുമാണ്. അടുത്തറിഞ്ഞിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് ഇന്ന് സേവ് ദി ഡേറ്റ് വെച്ചത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സേവ് ദി ഡേറ്റിന്റെ വീഡിയോ കിട്ടി. സനുഷ അതിന്റെ ഒരു പ്രിന്റ് എടുത്ത് അവളുടെ സ്വന്തം ചങ്സുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലിട്ടു. കൂട്ടുകാരികളുടെ വളരെ നല്ല അഭിപ്രായങ്ങൾ അതിൽ വന്നു തുടങ്ങി. എടി സനുഷ, നിന്റെ സഞ്ജു മുമ്പ് ഒരു വിവാഹത്തിന് വേണ്ടി ഇതുപോലെ സേവ് ദി ഡേറ്റ് എടുത്തിരുന്നോ? മുമ്പൊരു പെൺകുട്ടിയായിട്ട് കല്യാണത്തിന് ശ്രമിച്ച് മുടങ്ങിയിരുന്നോ? പെട്ടെന്നാണ് കൂട്ടുകാരി റീമ അങ്ങനെ ചോദിച്ചുകൊണ്ട് വോയിസ് ക്ലിപ്പ് ഇട്ട്. ഇല്ല, എന്റെ അറിവിലില്ലല്ലോ. അത് കേട്ട മാത്രത്തിൽ അപ്പുറത്തുനിന്ന് റിപ്ലൈ വന്നു. ഉടനെ റീമ വാട്സാപ്പിൽ തന്നെ അവിടെ പ്രൈവറ്റ് ചാറ്റിൽ വന്ന് പറഞ്ഞു. ഉണ്ടെന്നാ തോന്നുന്നു സനുഷ, അങ്ങനെ ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ നിനക്ക് ഇടാം, കാണട്ടെ. റീമ നൽകിയ വീഡിയോസും ഫോട്ടോസും കണ്ട് സനുഷ ഞെട്ടിപ്പോയി. ഇത് സേവ് ദി ഡേറ്റിന്റെ അല്ലല്ലോ റീമ. അല്ല സനുഷ, സേവ് ദി ഡേറ്റിന്റെ അല്ല, അതെനിക്കും അറിയാം. പക്ഷേ നിന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമേ എനിക്ക് ഈ വിവരം നിന്നെ അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം എൻ്റെ കൂട്ടുകാരി ചതിക്കപ്പെടാൻ പാടില്ലല്ലോ. അതുകൊണ്ടാ നിന്റെ സഞ്ജു വേറെ ഏതോ പെൺകുട്ടിയെ നടത്തിയ കാമകളിയുടെ വീഡിയോ ഞാൻ നിനക്ക് തന്നു. നിനക്കിത് എവിടെ നിന്ന് കിട്ടി റീമ? നിന്നെ വിവരം അറിയിക്കാൻ വേണ്ടി എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചെന്ന്. അത് നിന്റെയും കൂടി സുഹൃത്തായിരുന്നു. നിനക്കറിയാം, പ്രദീപ്, നിന്നെ സ്വപ്നം കണ്ട് നടക്കുന്നവൻ. നിർധനായവൻ നീ കെട്ടില്ലല്ലോ. ദുർനടപ്പുകാരനെ സഞ്ജുവിന് വേണ്ടത്ര പണമുണ്ട്. അതുകൊണ്ട് നിനക്ക് അവനെയല്ലേ ബോധിച്ചുള്ളൂ. എടി, സത്യത്തിൽ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു സഞ്ജു ഇത്രക്കാരനാണെന്ന്. കൂടാതെ പ്രദീപനെ പ്രപ്പോസ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെ ഞാനറിയാം? ഏതായാലും നീ ഒന്ന് കരുതിയിരുന്നോ? ആ സഞ്ജു നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഇപ്പൊ മനസ്സിലായില്ലേ? അതിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ സനുഷ ഉള്ളിൽ തേങ്ങി. നീ വിഷമിക്കാതിരിക്കും, അല്പം പഴയ വീഡിയോ, ചിലപ്പോൾ ആൾ നന്നായിട്ടുണ്ടെങ്കിലോ. എന്നാലും റിമൈൻഡ് ജീവിതം നശിച്ചല്ലോ. പ്രദീപ് എന്തിനാ ഇപ്പം ഇത് പുറത്തുവിട്ട്? അതാ എനിക്കും അറിയാൻ പറ്റാത്തത്. ചിലപ്പോൾ നീ സഞ്ജുവിനെ കിട്ടുന്നതുകൊണ്ട് ഈ പ്രദീപിന് വിരോധം ഉണ്ടാവും. അതുകൊണ്ട് ഇത് മുടക്കാനുള്ള തന്ത്രമായിരിക്കാം. അപ്പൊ പിന്നെ നീ എന്തിനേക്കത് അയച്ചെന്ന്? അതൊരു കൂട്ടുകാരുടെ കടമയല്ലേ? നിന്നെ കെട്ടാൻ പോകുന്നതിന് ഇത്ര മോശമാണെന്ന് പറഞ്ഞ കാര്യം അറിഞ്ഞുകൊണ്ട് അത് പറയാതിരിക്കും നിന്നോട് ചെയ്യുന്ന ചതിയായിരിക്കില്ലേ എന്നെഴുതിയാ ഞാൻ നിന്നെ അറിയിച്ച്. റിമ, ദയവ് ഇതാ നിന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തേക്ക്. ഞാൻ ഡിലീറ്റ് ചെയ്യാം. അതിനുമുമ്പായിട്ട് ഞാൻ ഈ കാര്യം സഞ്ജുവിനോട് ചോദിക്കട്ടെ. സത്യാവസ്ഥ അറിയണമല്ലോ, എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി കാര്യങ്ങൾ. അത് ശരിയാ സനുഷ, എന്നെ ഈ കാര്യത്തിൽ ബലിയാടാക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചങ്കായ കൂട്ടുകാരിയോടുള്ള ഉത്തരവാദിത്തം, അത്രമാത്രം. ശരി റീമ, അതെനിക്കറിയാം. സനുഷ ചാറ്റിംഗ് നിർത്തി. ഹായ്. സനുഷയുടെ ഫോണിലേക്ക് വിവാഹച്ചെറുക്കൻ സഞ്ജുവിന്റെ മെസ്സേജ് വന്നു. അവളത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈട അങ്ങനെയാണല്ലോ. അന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം സഞ്ജു സനുഷയുമായി ചാറ്റ് ചെയ്യാൻ തുടങ്ങി. സനുഷ ബെഡ്റൂമിൽ കയറി കഥകടച്ച് കുറ്റിയിട്ടു. ഹായ്, അവൾ റിപ്ലൈ ചെയ്തു. പറയൂ സനു. ചാറ്റിംഗ് തുടങ്ങിയ ഉടനെ സനുഷ യാതൊരു മുഖവുരയുമില്ലാതെ സഞ്ജുവിന്റെ കൂട്ടുകാരി റീമ അയച്ചെന്ന ആ വീഡിയോകളും ഫോട്ടോസും അവൾ ഷെയർ ചെയ്തു. എന്നിട്ട് വലിയ ഗൗരവത്തിൽ ചോദിച്ചു, ഇതാരാണ്? എന്താണ് കഥ? എല്ലാം വ്യക്തമായിട്ട് പറയും. സഞ്ജുട്ട് ഇങ്ങനെയുള്ള ആളാണോ? അതുകൊണ്ട് മറുഭാഗത്തുള്ള സഞ്ജു തരിച്ചിരുന്നു പോയി. അവന് തിരിച്ചൊരക്ഷരം പറയാൻ കഴിഞ്ഞില്ല. താനും ആ പെണ്ണും കുത്തിമറിയുന്ന പല വീഡിയോസും പല പോസിലുള്ള ക്ലോസപ്പ് ഫോട്ടോകളും. ഈശ്വര, ഇതൊക്കെ ഇങ്ങനെ ഇവൾക്ക് ലഭിച്ചു? ആരെ കടുങ്കൈ ചെയ്ത് വിവാഹം ഉറപ്പിച്ചിരിക്കാൻ തന്റെ ജീവിതം തർക്കാൻ വേണ്ടി തക്ക സമയത്തിന് ആപ്പിലാക്കിയല്ലോ. സഞ്ജുവിന് ഭൂമി കീഴ്മേൽ മറിയുന്ന പോലെ തോന്നി. വീഡിയോയിലും ഫോട്ടോയിലുള്ള ആ പെൺകുട്ടി അവരെ നോക്കി കൊഞ്ഞനും കുത്തുന്ന പോലെ. എത്ര മൂടി വെച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും. ചെയ്ത ഭീകരതയുടെ കണക്ക് അന്ന് എണ്ണി എണ്ണി ചോദിക്കും. സംഭ്രമം കാരണം സഞ്ജുവിന് പിന്നെ സനുഷയോടൊന്നും ചാറ്റാൻ സാധിച്ചില്ല. കൂടുതലൊന്നും പറയാൻ പോലും അവന്റെ നാവ് പൊങ്ങിയില്ല. സനുഷ ചോദിച്ചതിന് യാതൊരുവിധ പ്രതികരണമില്ലാതെ ഒരു വാക്കുപോലും പറയാതെ സഞ്ജു ചാറ്റിംഗ് കട്ട് ചെയ്തപ്പോൾ അവൾക്ക് ഉറപ്പായി
സഞ്ജു മഹാ തെമ്മാടിയാണ്, വൃത്തികെട്ടവൻ. അവൾ സാധാ കോളിലൂടെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായി ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കള്ളെ പിടിക്കപ്പെട്ടപ്പോൾ ഓടിക്കളഞ്ഞു. എവിടെ വരെ ഓടും നീ? എടാ ചെറ്റേ സഞ്ജു, നീ ഇങ്ങനെയുള്ളവരാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. വീടില്ല ഞാൻ. സ്ത്രീകളുടെ മാനത്തിന് വിലകൽപ്പിക്കാത്ത ദുഷ്ടനാ നീ. നിന്നെപ്പോലുള്ള ഒരു അഴിഞ്ഞാട്ടുകാരനെ എനിക്ക് വേണ്ട. സനുഷ ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് കമിഴ്ന്ന് കിടന്ന് പൊട്ടിക്കരഞ്ഞു. അന്ന് വിശപ്പില്ലെന്ന് പറഞ്ഞ് ഭക്ഷണമൊന്നും കഴിക്കാതെ അവൾ കരഞ്ഞു തളർന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ വീടിന് പുറത്തുനിന്നും ബഹളം കേട്ടുകൊണ്ടാണ് അവൾ ഉണർന്നത്. സനുഷയുടെ അച്ഛൻ രാവിലെ പാടത്തു പോയിരുന്നു. അമ്മയാണെങ്കിൽ അടുക്കളയിൽ മിക്സി പ്രവർത്തിക്കുന്ന ജോലി തിരക്കില്ല. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ബഹളമൊന്നും കേട്ടില്ല. അവൾ വേഗം ചെന്ന് വീടിന്റെ ഫ്രണ്ട് ഡോർ തുറന്നു നോക്കി. പ്രദീപിനെ കോളിൽ പിടിച്ചുകൊണ്ട് സഞ്ജു 2 കൂട്ടുകാരും. സനുഷ, ഇന്നലെ നീ എനിക്ക് അയച്ചെന്ന വീഡിയോയുടെ ഉപജ്ഞാതാവ് ഇവനാണ്. നിന്നെ പെണ്ണേണ്ട 1-2 ദിവസത്തിനുള്ളിൽ ഇവൻ കുറച്ച് ഫ്രണ്ട്സിനെയും കൂടി വന്നു ഇവനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. നീ അവന്റെ പെണ്ണാണെന്നും ഈ ആലോചനയായിട്ട് മുന്നോട്ട് വരുന്നൊക്കെ പറഞ്ഞ് എന്നെ താക്കീത് ചെയ്തു. ആരോടും പ്രണയം ഉണ്ടായിട്ടില്ലെന്ന് അത് നീ തുറന്നു പറഞ്ഞല്ലോ. അപ്പൊ തൊട്ട് എനിക്ക് വാശിയായിരുന്നു നിന്നെ തന്നെ കെട്ടണമെന്ന്. നീയായിട്ട് വിവാഹർപ്പിച്ചതിന്റെ ദേഷ്യത്തിൽ ഇവൻ എന്റെ ഫോട്ടോ എടുത്തുകൊണ്ടുപോയിട്ട് AI ആപ്പിലിട്ട് വൃത്തിയിട്ട സ്ത്രീയായിട്ട് ഒപ്പം നിൽക്കുന്ന വീഡിയോസും ഫോട്ടോസും ഉണ്ടാക്കിയായിരുന്നു. നീ ഈ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ തന്നെ എനിക്കിവനെ ഡൗട്ട് അടിച്ചാ. അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു വെളുപ്പിന് പോയി വീട്ടിൽ നിന്ന് തന്നെ പൊക്കിയെടുത്ത് നിന്റെ മുമ്പിൽ ഇടണമെന്ന്. പറയണത് നമ്മള്. അതും പറഞ്ഞ് സഞ്ജുവിന്റെ ബലിഷ്ഠമായ കൈകൾ കൊണ്ട് പ്രദീപിന്റെ താടിയിലെ നോക്കിയൊരു വീക്ക് വെച്ച് കൊടുത്തു. അയ്യോ, ഞാൻ പറയാം. ഈ നിൽക്കുന്ന സഞ്ജു കുറ്റക്കാരനല്ല. ആ പെണ്ണയിൽ ചേർന്നുള്ള സഞ്ജുവിന്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ ചുമ്മാ AI ഉണ്ടാക്കിയതാണ്. അതാ ഞാൻ സനുഷയുടെ കൂട്ടുകാരിക്ക് അയച്ചു നൽകി. അവിടെ ഫോൺ നമ്പർ കയ്യിലുണ്ടായിരുന്നു. സനുഷയ്ക്ക് അത് കേട്ടപ്പോൾ ആശ്വാസമായി. മനസ്സിലുള്ള ആശങ്കയും ടെൻഷനും പമ്പ കടന്നു. സത്യാവസ്ഥ ബോധ്യപ്പെട്ടു. കുറച്ചു നേരമെങ്കിലും തന്റെ ഭാവി വരനെ സംശയിച്ചല്ലോ. സോറി സഞ്ജു ഏട്ടാ. അവൾ അവന്റെ അടുത്തേക്ക് നിന്നു. നിന്നെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനാ ഈ പൊലയാടി മോനെ രാവിലെ തന്നെ പൊക്കിയെടുത്ത് മുന്നിലിട്ട്. പറടാ പ്രദീപേ, സനുഷയുടെ മാപ്പ്. സഞ്ജു ആക്രോശിച്ചു. സോറി, എന്നോട് ക്ഷമിക്കണം. പണിയൊന്നും ചെയ്യാതെ തേരാപ്പാരം നടക്കുന്ന സമയം കൊണ്ട് തനിക്ക് പലയിടത്തും പണിക്ക് പോയിക്കൂടെ? എന്നിട്ടൊരു പെണ്ണിനെ പോറ്റാനുള്ള പ്രാപ്തിയാകുമ്പോൾ അന്തസ്സായിട്ട് പോയി പെണ്ണി ഒതുക്കിടാ. ആരെങ്കിലും തരും. അല്ലാതെ മാനമര്യാദക്ക് ജീവിക്കുന്നതിന്റെ ജീവൻ തർക്കം നിൽക്കരുത്. കൊണ്ടുപോയനെ എന്റെ മുമ്പീന്ന്. എന്താടി മോളെ, എന്താ ഇവിടെ ബഹളം? ഇതൊക്കെ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്ന് അമ്മ അവിടത്തേക്ക് കടന്നു വന്നു. ഒന്നുമില്ലമ്മേ, സഞ്ജുവിന്റെ ചില കൂട്ടുകാർക്ക് എന്നെ കാണണം, അങ്ങനെ വന്നാ. അകത്ത് കയറി ഇരിക്കും മക്കളെ, കാപ്പി കഴിച്ച് പോവാം. കഥയൊന്നും അറിയാത്ത ആ പാവ അമ്മ അവരെ കാപ്പി കഴിക്കാൻ അകത്തേക്ക് ക്ഷണിച്ചു. വേണ്ടമ്മേ, പിന്നീട് അവിടെ ഞങ്ങൾ ക്ലബിന്റെ ഓട്ട മത്സരത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ ഓടി വന്ന. അപ്പൊ ഇതിലൂടെ പോകുമ്പോൾ ചുമ്മാ ഒന്ന് കയറി സനുഷ കണ്ട് പോകാന്ന് കരുതി. ഞങ്ങൾ പോട്ടെ അമ്മേ. എന്നാൽ ശരി സനുഷ, ഞാൻ പോകുന്നു, ഇറങ്ങണോ എന്ന് പറഞ്ഞ് പ്രദീപിന്റെ ഷോട്ടിൽ സ്നേഹഭാവകനത്തിലുള്ള വേദനയ്ക്ക് നടിവെച്ച് കൊടുത്തുകൊണ്ട് അവനെയും ചേർത്ത് പിടിച്ചവർ നടന്നു. ആ കാഴ്ച കണ്ട് സനുഷയ്ക്ക് സന്തോഷമായി. തന്റെ ഭർത്താവ് തനിക്ക് പോകുന്ന ഒരുത്തം തന്നെയാണ്. തെമ്മാടിയല്ല, മറിച്ച് തെമ്മാടികളെ നിലക്ക് നിർത്തുന്നവൻ.